ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരാറായിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങൾക്കൊരു നല്ല സമയം വരാറായോ? അതുപോലെ പഴയതുപോലെ തന്നെ നിങ്ങൾക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? കർമ്മയൊക്കെ കുറച്ച് റിലീസ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്ന ആ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് കണ്ടില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം അല്ലേ? അപ്പൊ ഈ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടാവണം. അതല്ല, ഇനി തിരിച്ചു കിട്ടാതെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടാവാം, അതുപോലെ നിങ്ങൾ കോടതിയിൽ കയറിയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളിലേക്ക് അത് ലഭിച്ചില്ല എന്ന് കരുതാം. ചിലപ്പോൾ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു എന്ന് വരാം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഉള്ളവരെ സഹായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ കിട്ടിയില്ല. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എത്രയാണോ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളിലേക്ക് ഇത്രമാത്രം സാമ്പത്തികം വന്നു ചേരുന്നു എന്നുള്ളതാണ്. കാരണം സമ്പത്തിൻ്റെതായ ഒരു രാജാവാകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലേ? കിരീടം വെച്ച ഒരു രാജാവായിട്ടിരിക്കാനും ഒരുപാട് ഭൗതിക സുഖങ്ങളിലേക്ക് നീങ്ങാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങളിലേക്ക് മറ്റു പലരും അടുത്തുകൂടും. മനസ്സിലായ? സാമ്പത്തികം ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് ആൾക്കാർ അടുത്തുകൂടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് പിണങ്ങിപ്പോയ ചിലർ തന്നെയും വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, സമാധാനം ഒക്കെ തരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഏതൊരു വിധത്തിലായാലും സാമ്പത്തികം നിങ്ങളിലേക്ക് വരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാം, അതുമല്ല എങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് നിങ്ങളെ തന്ന് സഹായിക്കാം, അതുമല്ല എങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ ജോലി കിട്ടിയിട്ട് നിങ്ങൾക്ക് അതിലൂടെയും നല്ലതുപോലെ മണി ഏൺ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ സമ്പത്തിന്റെ എനർജിയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഇന്നത്തെ ഈ റീഡിങ്ങിൽ ആദ്യം തന്നെ വന്നിരിക്കുന്നത്. മനസ്സിലായി? ഇത് ഒരുപാട് പേരുടെ എനർജിയാണ്. അപ്പോൾ ഇത് പഴയതിനേക്കാളും നിങ്ങൾക്ക് ശക്തമായ ഒരു തിരിച്ചുവരവിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാം ഇനി എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അടുത്തതായിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ്, നിങ്ങളിലേക്ക് ഒരു പ്രണയം തുടങ്ങുന്നു. നഷ്ടപ്പെട്ടു പോയ ചില പ്രണയബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ടോക്സിക് ആയിട്ടുണ്ടാവാം. നിങ്ങൾ വിചാരിച്ചതിൽ അപ്പുറത്ത് അത് ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ പ്രണയത്തിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെയൊരു ബന്ധത്തിന് കൂടിക്കാണും.
അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അത് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാവണം. എന്തൊക്കെയോ നിങ്ങൾ അതുവഴി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, കുറെ പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്, അല്ലേ? ഒരു ഡിവൈൻ ഹാൻഡാണ് ഇവിടെ ഇത് സമ്മാനിക്കുന്നത്, ഈ ഒരു പ്രണയം സമ്മാനിക്കുന്നത്. ഈ ഒരു കപ്പ് നിറയെ പ്രണയമാണ്, കണ്ടില്ലേ? ഇത് 5 അരുവികളായിട്ട് കവിഞ്ഞൊഴുകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ ഒരു ബേഡ്. അപ്പൊ ഇത് നിങ്ങളുടെ അനുഗ്രഹം തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതൊക്കെയല്ലേ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രമാത്രം ഇവിടെ ഈ ഒരു പ്രണയം 5 ഇന്ദ്രിയങ്ങളെയാണ് കാണിച്ചിരിക്കുന്ന. ഈ 5 അരുവികൾ പോലെ ഇവിടെ നിറഞ്ഞു കവിയുന്നത്, മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ആയിട്ടാണ് കണക്കാക്കുന്നത്, പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പൊ ഇത്രമാത്രം നല്ല ഒരു പ്രണയം നിങ്ങളിലേക്ക് തുടങ്ങിയിട്ടുണ്ടാവാം. അതുപോലെ ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ്, മനസ്സിലായോ? ഇവിടെ തീർച്ചയായിട്ടും കണ്ടില്ല, ഇവിടെ ലോട്ടസിനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ ഡിവൈൻ സാന്നിധ്യം ഉള്ളിടത്താണല്ലോ നമുക്ക് ലോട്ടസ് ഫ്ലവറിനെ കാണാൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ദൈവങ്ങളുടെ ഫോട്ടോയ്ക്കൊക്കെ അടുത്താണ് എപ്പോഴും താമരപ്പൂവിന്റെ സ്ഥാനം, അല്ലേ? അത്രമാത്രം മഹത്തരമായ ഒരു പുഷ്പമാണ് താമര പുഷ്പം. അപ്പൊ ഇവിടെ ഇതാണ് വരാൻ പോകുന്നത്, നിങ്ങളിലേക്ക് ഇത്രമാത്രം നല്ല ഒരു പ്രണയം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതായത് ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു പ്രണയം തുടങ്ങാൻ പോകുന്നു. ഇനി അതുമല്ല, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ കൂടിച്ചേരുന്നത് വളരെ നല്ല ഒരു ബന്ധത്തിലേക്കായിരിക്കണം. ഇനി അതുമല്ല, ആർക്കെങ്കിലുമൊക്കെ വിവാഹം നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രമാത്രം വളരെ നല്ല ഒരു കണക്ഷനാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 1 ആണ് നമ്പർ. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു തുടക്കത്തിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഴയതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നു. ഇത് നിങ്ങളുടെ ഭാഗ്യസമയമാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങളിത് ഒത്തിരി പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സന്തോഷത്തെ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളതാവണം. എന്തായാലും നിങ്ങളിലേക്ക് ഇത് വരാൻ പോകുന്ന ഒരു പ്രണയം ഇത് തന്നെയാണ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതും ഇത് തന്നെയാണ്, മനസ്സിലായി? ഇവിടെ ഒരു തുടക്കമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. രണ്ട് കാർഡ്സ് വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, സാമ്പത്തികം നോക്കിയിരിക്കുന്നു, നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ ഒരു റാണിയായിട്ട് ക്യൂനല്ലേ വന്നിരിക്കുന്നത്. അപ്പം ഒരു രാജ്ഞിയായിട്ടോ ഒരു റാണിയായിട്ടോ ഒക്കെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ എഫർട്ട് എടുത്തിട്ടുണ്ടാവണം. ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലൊക്കെ ഇരുന്ന് ജോലി ചെയ്തിട്ട് നിങ്ങൾ വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവണം. അതിനായിട്ട് നിങ്ങൾ പാടുപെട്ടിട്ടുണ്ടാവണം, മനസ്സിലായോ? അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ കൈ നിറയെ സാമ്പത്തികം വരുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഒരു ടീച്ചർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം, അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള വരുമാന മാർഗത്തിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടാവണം. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നു. നല്ലതുപോലെ അഭിവൃദ്ധി വരുന്നുണ്ടാവണം. നിങ്ങളിലേക്ക് നല്ലൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ടീച്ചർ ജോലിക്ക് അഥവാ നഴ്സായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട്, നിങ്ങളൊരു നല്ല ഹീലറാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, നിങ്ങളൊരു നല്ല ഹീലറാണ്. മറ്റുള്ളവരെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജിയിലൂടെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഇവിടെ മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വീണ് കിട്ടിയിരുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവണം, മുന്നോട്ട് ഇനി എങ്ങനെ പോകണമെന്ന്. ചില കാര്യങ്ങളൊക്കെയും ഇവിടെ നിങ്ങൾ മുന്നേ തന്നെ
കണ്ടിട്ടുണ്ടാവണം, മനസ്സിൽ കണ്ടിട്ടുണ്ടാവണം. പക്ഷെ ഇതൊക്കെ ഒന്ന് സാധ്യമായി കിട്ടാൻ വേണ്ടി ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടിരിക്കുന്നത്. ഒരുപാട് പാവങ്ങളെ സഹായിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണിത്. ഒരു രാജാവാണ്. കിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു രാജാവിന്റെ എനർജിയാണ്. മനസ്സിലായി? ഈ ഒരു രാജാവ് പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തി കൂടെയാണ്. ഈ രാജാവ് എപ്പോഴും കിരീടം വെച്ചിരിക്കുന്ന രാജാവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ഇനിയും മുന്നോട്ട് പോകുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അതായത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കിങ്ങായിട്ട് വിലസാനുള്ള അല്ലെങ്കിൽ തിളങ്ങാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല തീരുമാനങ്ങളും നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം, അതിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനുള്ള കഴിവുണ്ടാവുന്നു. അതുവഴി നിങ്ങൾക്കത് നടപ്പിലാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ മറ്റുള്ളവരുടെ ഇഷ്ടം, പ്രീതി സമ്പാദിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു ഇവിടെ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, കണ്ടില്ലേ, ചുറ്റിനും അലയടിക്കുന്ന കടലുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ പോലും ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള ആ ഒരു പ്രയത്നമാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണമെന്നുള്ള ഒരേ ഒരു ചിന്തയിലിരിക്കുന്നു എന്നുള്ളതാണ്. ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇത് ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയോ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. മനസ്സിലായി? ഇത് കുറച്ച് നാളുകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളതാവണം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കണം ഇത്. ഇവിടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തോണി തുഴഞ്ഞ ഇപ്പുറത്തേക്ക് വരികയാണ്, ബോട്ട് തുഴഞ്ഞ ഇപ്പുറത്തേക്ക് വരുന്നു. കണ്ടില്ലേ, മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ മുന്നോട്ട് വരുമ്പോഴും ചുറ്റിനുമുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ കാണുന്നില്ല. കാരണം നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് വേണം എന്ന് മാത്രമാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇത് കപ്പ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. മനസ്സിലായത്? ഇതൊരു പ്രണയ ബന്ധത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, നമ്മൾ പല കാര്യങ്ങളും, പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ശരി, ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് ദൃഷ്ടി നട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിനെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ, തീവ്രമായിട്ടൊരു പരിശ്രമം ഉണ്ട് എങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ ചില വ്യക്തികൾ ഉണ്ടാവാം, ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം, നിങ്ങളിൽ നിന്നും അകന്നുപോയ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങളിവിടെ പ്രയത്നിക്കുന്നുണ്ട്, പ്രേ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. നാല് കാർഡ്സ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് പെന്റക്കിൾസ് ആണ്. നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ 2-3 പേർ കൂടി ചേർന്നിട്ട് പരിശ്രമിക്കുകയാണ്. ഇവിടെ നമ്മളുടെ ഈ ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു വരുമാന മാർഗത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടാവണമെന്ന്. ഇവിടെ നിങ്ങൾ അതുപോലെ പരിശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കണ്ടില്ല, ഇവിടെ എന്തിനൊക്കെ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ 3 പെന്റക്കിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 ഓഫ് പെന്റക്കിൾസ്.
അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്ന നിങ്ങൾ 2-3 പേർ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഇവിടെ 3 പേർ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പരിശ്രമമാണ്. എന്തിനു വേണ്ടി? സാമ്പത്തികമായ വരുമാന വർധനവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവണം ഇപ്പോൾ തന്നെ, അല്ലെ? ചിലപ്പോൾ ചിലരൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ തുടങ്ങണം, വരുമാന മാർഗത്തിന് വേണ്ടി, മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ സമയം കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹോബിയായിട്ട് ചെയ്യാം തന്നെയല്ല, വരുമാന മാർഗവുമാകുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ തമ്മിൽ കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു മാർഗത്തിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ ഇവിടെ എഫേർട്ട് എടുക്കുന്നുണ്ട്, നല്ലതുപോലെ നിങ്ങൾ ഇവിടെ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്കിത് സാധ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ്, 3 ഓഫ് സോർഡ്സിന്റെ എനർജി. അപ്പൊ ഇത് നമുക്ക് 3 വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഉണ്ടായിരിക്കാം. ഇപ്പം ചില അസുഖങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണോ ഇപ്പോൾ? ഇനി അതുമല്ല, നിങ്ങൾ ആരെങ്കിലുമായിട്ട്, ഏതെങ്കിലും വ്യക്തികളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കലഹം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ? അവിടെ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് തളർന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ മാനസികമായ തളർച്ചയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അനുഭവിക്കുന്നതാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ മനോവേദന അനുഭവിക്കുന്നതാണ്, ഹൃദയവേദന അനുഭവിക്കുന്നതാണ്, ശാരീരികമായ വേദനയും അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഈ വേദനകളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് രക്ഷ പ്രാപിച്ചു വരും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഒരുപാട് നാൾ ആരും വലിയ വേദനകളിലൊന്നും ഇരിക്കില്ല. ഒരു ദുഃഖത്തിനപ്പുറം ഒരു സുഖം ഉണ്ടാകും, അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ടാകും ഒരു ദുഃഖം. ഇതിങ്ങനെ ഇടകലർന്ന് മാറി മാറി വന്നുവെങ്കിൽ മാത്രമേ ജീവിതം അർത്ഥവത്താവൂ. മനസ്സിലായി? ഇന്നും നമുക്ക് ഒരേ തരത്തിലുള്ള സുഖം അനുഭവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദുഃഖത്തിന്റെ വില ആരറിയും? ദുഃഖത്തിന്റെ വില അറിയാൻ പറ്റുമോ? എന്നും ദുഃഖത്തിലൂടെ പോവുകയാണെങ്കിൽ ആ ഒരു സുഖം വരുമ്പോൾ അതിൻ്റെതായ രസം എന്താണെന്ന് അറിയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത് ഇടകലർന്ന് മാറി മാറി വന്നുവെങ്കിൽ മാത്രമേ ജീവിതത്തിൽ അർത്ഥമുണ്ടാവൂ, ജീവിതത്തിനൊരു അർത്ഥം തന്നെ ഉണ്ടാവൂ. മനസ്സിലായോ? അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ അസുഖം ബാധിച്ച് ഞാനിവിടെ സങ്കടത്തിലിരിക്കും അല്ലെങ്കിൽ ദുഃഖം അനുഭവിച്ച് കഴിയേണ്ട വ്യക്തിയാണ് എന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഉറച്ചൊരു തീരുമാനം അങ്ങനെ എടുക്കാൻ പാടില്ല. പിന്നെ എന്താണ്, എനിക്ക് നാളെ, ഇപ്പോൾ എനിക്കിത് വന്നു, നാളെ എനിക്ക് ഇതിനപ്പുറം ഒരു സുഖം വരുന്നതായിരിക്കാം, ഈ ദുഃഖമൊക്കെ എന്നിൽ നിന്ന് മാറിപ്പോകും, അങ്ങനെയാണ് ചിന്തിക്കണം. അപ്പൊ ഇത് മാറാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കർമ്മയുടെ ഭാഗം കൂടിയായിരിക്കണം ഇത്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായ സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഏതെങ്കിലും വ്യക്തി കടന്നുകൂടി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളെ കണ്ണുനീരിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അവിടെ അതിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മുന്നോട്ട് വരേണ്ടതാണ്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. അപ്പൊ ഇത് സംഭവിച്ച കാര്യങ്ങൾ മാറിപ്പോകാതിരിക്കില്ല. അങ്ങനെ മുന്നോട്ട് വന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരികയുള്ളൂ. അതിനായിട്ടുള്ള ഒരു ജന്മമായിരിക്കണം നിങ്ങളുടേത്. അപ്പൊ ഈ ഒരു കർമ്മ നിങ്ങളിൽ നിന്നും റിലീസ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം നിങ്ങൾ ഇവിടെ ചിലപ്പോൾ 2 പേർ തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞിട്ടുണ്ടാവണം, സാമ്പത്തിക ബുദ്ധിമുട്ടാവണം. അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖകാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ തൻ്റെ പാർട്ട്ണർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടെന്ന് കരുതി മനോവിഷമം കൊണ്ട് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഒന്ന് വേർപിരിയലിന്റെ പക്കത്തെത്താം, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വേർപിരിഞ്ഞു പോകുന്ന എനർജി ഉണ്ടാവാം. ഇനി അതുമല്ല, സാമ്പത്തികപരമായിട്ട് വഴക്കിട്ടിട്ട് നിങ്ങൾ 2 പേർ തമ്മിൽ ഒന്ന് പിരിയുന്ന എനർജി ഇവിടെയുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ കണ്ടില്ലേ, ഇത് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്.
ഇത് നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു എനർജി 5 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അടുത്ത് തന്നെയുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ല. ഈ വ്യക്തിയും ഇത് കാണുന്നില്ല, ഈ വ്യക്തിയും ഇത് കാണുന്നില്ല. സന്തോഷമാവാം, സാമ്പത്തികമാവാം, രണ്ട് കാര്യങ്ങളുമാവാം. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുന്നിടത്തോളം കാലം ഇവിടെ തൽക്കാലത്തെ ഒരു വേർപാട് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. തിരിച്ചു വന്ന് നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ സാധിക്കും. കുറച്ച് കാലത്തേക്ക് മാത്രം ഒരു വേർപാട് സംഭവിച്ചാലും ഇത് വരും. അപ്പോൾ നിങ്ങൾ ഇവിടെയും ശക്തമായ രീതിയിൽ നിങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഇവിടെ തിരിച്ചു വരും. മനസ്സിലായോ? എങ്ങനെയാണ്? കണ്ടില്ലേ? ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സമ്പത്തിൻ്റെതായ ഒരു സഫലത അനുഭവിക്കാൻ നിങ്ങൾ ഇവിടെ തിരികെ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. 9 ആണ് നമ്പർ. 9 എന്ന് പറയുന്നത് എന്താണ്? സഫലതയുടെ നമ്പറാണ്. ഇവിടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ചുറ്റിനും കണ്ടില്ലേ സാമ്പത്തികം. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ജോലി കിട്ടുന്നതാവാം, വരുമാന വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാവാം. ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവനും പൂവണിയാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ബേർഡിനെ കൊണ്ട് പറയിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇതൊരു നല്ല എനർജിയാണ്. ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ വിവാഹം നടക്കാനുള്ള എനർജിയാവും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്ന വിദേശ ജോലിയാവാം. ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാം. വാഹനം മേടിക്കാം, വീട് വാങ്ങിക്കാം, ഒക്കെയും നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നതാണ്. എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും അത് ഒരു തിരിച്ചുവരവാണ്. ഇവിടെയും ഈ ഒരു വേദനയിൽ നിന്നും വളരെ വലിയ ഒരു വേദനയിൽ നിന്നും നിങ്ങൾക്കൊരു തിരിച്ചുവരവാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എല്ലാം നിങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്നു എന്നുള്ള വാർത്ത തരുന്നതാണ് ഈ ഒരു ബേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ സോൾ മെസ്സേജസ് ഒന്ന് നോക്കാവേ. ഒരു നാളായി നമ്മൾ സോൾ മെസ്സേജസ് ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സോൾ എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ലോട്ടസ് വിതിൻ യു എവേക്സ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ കപ്പിന് താഴെ ലോട്ടസ് ഫ്ലവർ ഉണ്ട് അല്ല. ഈ ലോട്ടസ് ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്, എല്ലായ്പ്പോഴും ദൈവികമായ എനർജിയെ, ബ്ലെസ്സിങ്സിനെ കാണിക്കുന്നതാണ്. കാരണം ദൈവങ്ങളുടെ കൂടെ ഇരിക്കുന്നതാണ് എല്ലായ്പ്പോഴും താമരപ്പൂവ്, ലോട്ടസ് ഫ്ലവർ. അതിൻ്റെ ഒരു നിറമണം, സുഗന്ധം ഒക്കെയും എന്താണ്, വളരെയധികം പരിശുദ്ധി നിറഞ്ഞതാണ്. എന്നാൽ ഈ താമരപ്പൂ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? ചെളി നിറഞ്ഞ ജലത്തിൽ നിന്നുമാണ് വരുന്നത്. എത്ര മലിനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ മനോഹരമായ പുഷ്പം വരുന്നത്. അപ്പൊ ഈ ഒരു മനോഹരമായ പുഷ്പത്തെ നിങ്ങളുടെ ഉള്ളിൽ വളർത്തൂ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വിരിയിച്ചെടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഉള്ളിലെ മാലിന്യങ്ങളിൽ മാറ്റിയിട്ട് ഇവിടെ ഒരു ലോട്ടസ് ഫ്ലവറിനെ വിരിയിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചുറ്റും മത്സ്യങ്ങളുണ്ട്. മത്സ്യങ്ങൾ എപ്പോഴും എന്താണ് കൊണ്ടുവരുന്നത്, ഫിനാൻസിന്റെ അല്ലെങ്കിൽ ലക്കിനെ കുറിക്കുന്നതാണ് ഇവിടെ ഗോൾഡൻ ഫിഷ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, മാസ്റ്റർ ആവാൻ കഴിയും. ലൈറ്റ് ഓൺ ഹൈ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു മാസ്റ്റർ ആവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഈ ഒരു താമര പുഷ്പത്തെ നിങ്ങളുടെ ഉള്ളിൽ വിരിയിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരൂ, നല്ല ചിന്തകളെ കൊണ്ടുവരൂ എന്നുള്ളതാണ് നമുക്കിവിടെ. അതായത് ദൈവികമായ അനുഗ്രഹത്തെ നിങ്ങൾ നേടിയെടുക്കൂ, ദൈവികമായ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോഴാണ് നിങ്ങളിലേക്ക് ധനം വരുന്നത്, ഭാഗ്യം വരുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മാസ്റ്റർ ആയി വിലസാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു, മാസ്റ്റർ ആകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതും കാണുന്നുണ്ട്.
ഇവിടെ എന്താണ്? യുവർ ഡീപ്പസ്റ്റ് ഡിസൈർസ് കൺസ്ട്രെയിൻ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഏറ്റവും ലെറ്റ് ദം ഗോ ടു ക്ലിയർ യുവർ മൈൻഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം. ഇതിന് നിങ്ങൾ ഏതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് പരിമിതപ്പെടുത്തുക, അതിനെ മാത്രം ഫോക്കസ് ചെയ്യൂ. എന്നിട്ട് നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ആക്കൂ. ഒരേ ഒരു ആഗ്രഹത്തിലേക്ക് വേണ്ടി മാത്രം നിങ്ങളിവിടെ പരിശ്രമിക്കൂ. നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഒരു വീടാണ് വേണ്ടത്, അത്യാവശ്യമായിട്ട് വീടാണ് വേണ്ടത്. ഒരുപാട് കാലം കൊണ്ട് വാടക വീട്ടിൽ കഴിയുകയാണ്. ഒരു വീട് വാങ്ങിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ വാടകയ്ക്കൊക്കെ കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത് ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് പരിശ്രമിക്കൂ. ഇനി ഒരു വാഹനമാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ജോലിയാണ് വേണ്ടത്, അപ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് പരിശ്രമിക്കൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. ആ ഒരു ആഗ്രഹം സഫലമാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ ലീവ് യുവർ യൂഷ്വൽ സോഷ്യൽ സർക്കിൾസ് ബിഹൈൻഡ്, സീക്ക് ഔട്ട് ട്രൂ കമ്പാനിയൻസ്. നിങ്ങൾ എല്ലായ്പ്പോഴും ഇന്ന് ഇന്നത്തെ മെസ്സേജിലും വന്നിട്ടുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിലുമുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തൂ എന്നുള്ളത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം. ആവശ്യമില്ലാത്ത ഫ്രണ്ട്സ് എന്തിനാണ്? എപ്പോഴും വെറുതെ ഫ്രണ്ട്സായിട്ടിരിക്കുന്നു, ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ യഥാർത്ഥത്തിലുമുള്ള കൂട്ടുകാരെ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ, നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെ കണ്ടെത്തൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഒരുപാട് 4000 5000 പേര് ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്കൊരു അത്യാവശ്യം വരുമ്പോൾ നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന 1 2 സുഹൃത്തുക്കൾ മതി. മനസ്സിലായോ? അങ്ങനെയുള്ളവരെ മാത്രം ഇവിടെ സെലക്ട് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിലുമുള്ള കൂട്ടുകാരാരാണോ അവരെ കണ്ടെത്തൂ, എന്നിട്ട് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു കാർഡ് എടുക്കാതെ ഫ്ലെയിംസ് ഓഫ് ഡിസയർ ആണ് വന്നിരിക്കുന്നത്. ലെറ്റ് ദം ഷൈൻ ഔട്ട് ഇൻ റാഡിയന്റ് ലൈറ്റ് ആൻഡ് ഷൻ ഡാർക്ക് പാത്സ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. 8 ആണ് നമ്പർ, ഇവിടെ അബണ്ടൻസിന്റെ നമ്പറാണ്. മനസ്സിലായോ? നിങ്ങൾ അബണ്ടൻസ് ആവാനുള്ള അല്ലെങ്കിൽ അബണ്ടൻസിലേക്ക് പോകുന്ന ഒരു വഴി നിങ്ങൾക്ക് തുറന്നിരിക്കുന്നു ഇവിടെ. എങ്ങനെയാണ് നിങ്ങൾ അബണ്ടന്റ് ആവുന്നത്? ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അതിനെ ആളിക്കത്തിക്കണം എന്നാണ്. വെറുതെ ചെറിയ ജ്വാലയല്ല വേണ്ടത്, ഇവിടെ ആളിക്കത്തിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാവുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ആഗ്രഹങ്ങളുടെ ജ്വാലയെ ഒന്ന് ആളിക്കത്തിക്കണം. വളരെയധികം ആവേശം കൊണ്ടുവരണം. ആ ആവേശം നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നതാണ്. എല്ലായ്പ്പോഴും ആവേശമാണ്, ചെയ്യണം, എനിക്കതിൽ നേടണം എന്നുള്ള ആവേശം, അത് നിങ്ങൾക്ക് വളരെ നല്ല കോൺഫിഡൻസ് തരും. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഏതൊരാഗ്രഹം ഉള്ളിലുണ്ടോ അത് സാധ്യമാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത് നമ്പർ 2 ആണ്. ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ, ഡു നോട്ട് അലൗ എനിവൺ ഓർ എനിത്തിങ് ടു സ്റ്റോപ്പ് യു. കണ്ടോ ഇവിടെ എന്താണെന്ന് പറയുന്നത്? ഇവിടെ കലമാൻ കൊമ്പുകൾ വളരുന്നതാണ്. ഈ ഒരു മാനിന്റെ കൊമ്പുകൾ വളരുന്നത് പോലെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ സോളിന്റെ ആഗ്രഹങ്ങളെ പിന്തുടരൂ എന്നുള്ള. നിങ്ങളുടെ സോൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? മുന്നോട്ട് പോകാനാണ്, മുന്നോട്ട് ഹാപ്പിനെസ്സിലേക്ക് പോകാനാണ്, വളർച്ചയിലേക്ക്, പ്രോഗ്രസ്സിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്, വെളിച്ചത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇരുളടഞ്ഞ റൂമിൽ ഇരുന്ന് കരയാനല്ല നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എത്രമാത്രം പ്രശ്നങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, അതിനെ നേരിട്ട് മുന്നോട്ട് വരണം. അതിന് ബുദ്ധിപൂർവം ചിന്തിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഇവിടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് സന്തോഷം ആരും കൊണ്ടുതരില്ല.
നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തെ കണ്ടെത്തേണ്ടത്, നിലനിർത്തേണ്ടത് നിങ്ങളുടെ ഇതായ കടമയാണ്. അങ്ങനെ മാത്രമാണ് നിങ്ങളുടെ സോൾ ഹാപ്പി ആവുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മറ്റാരെയും അനുവദിക്കരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തടയുക തന്നെ വേണമെന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കേണ്ടത് നിങ്ങളുടെ സോളിന് എപ്പോഴും ഹാപ്പിനെസ് ആണ് ആഗ്രഹം. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കാനാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, ഇതൊക്കെ നിങ്ങൾക്ക് ദുഃഖം തരുന്ന ഒന്നാണ്, അനാവശ്യമാണ്. ഏതെങ്കിലും പ്രവൃത്തിയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ വിചാരിക്കണം, എനിക്കിത് ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ എന്ന് ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും നന്നായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലിരുന്നു കഴിഞ്ഞാൽ പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ശക്തമായ ഒരു തിരിച്ചറിവുണ്ടാകുന്നു, ഒരു തിരിച്ചു വരവും ഉണ്ടാകുന്നു. മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ഒരു തിരിച്ചുവരവിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.